നമസ്കാരം. റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു കയറുന്ന സ്വർണം ഈ വർഷം ആശ്വാസം നൽകും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതായത് ഇറാനെതിരായ ഇസ്രായേൽ US യുദ്ധം സ്വർണമടക്കമുള്ള വിലയേറിയ ലോഹങ്ങളുടെ വിപണിയിൽ കാര്യമായ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിലും 2026 വരെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില നിലവിലെ നിലവാരത്തിനടുത്തായി പരിമിതപ്പെടുത്തി ലോകബാങ്കിലെ കമ്മോഡിറ്റി അനലിസ്റ്റുകൾ. നാലാം പാദവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആദ്യപാദം സ്വർണ്ണവില 17% നേട്ടത്തോടെ അവസാനിച്ചു എന്നാണ് ലോകബാങ്ക് ഏപ്രിൽ കമ്മോഡിറ്റി മാർക്കറ്റ് ലുക്കൌട്ടിൽ വ്യക്തമാക്കുന്നത്. അതേസമയം 2025 അവസാന പാദവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വർഷത്തിലെ ആദ്യ 3 മാസങ്ങളിൽ വെള്ളിവില 55% ഉയർന്നിരുന്നു. കഴിഞ്ഞ വർഷത്തെ ആദ്യ പാദത്തെ അപേക്ഷിച്ച് മൊത്തത്തിലുള്ള വിലയേറിയ ലോഹങ്ങളുടെ വിലസൂചിക 84% വർദ്ധിച്ചതായാണ് വിശകലന വിദഗ്ധർ വ്യക്തമാക്കുന്നത്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിലുണ്ടായ തിരുത്തൽ സമീപ മാസങ്ങളിൽ വിലയേറിയ ലോഹ വിപണികളെ പിടികൂടിയ ഊഹാപോഹത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റിലെ അരാജകത്വം ഊർജ വിലകൾ ഉയർത്തുന്നത് തുടരുന്നതിനാൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില സമീപ മാസങ്ങളിൽ മന്ദഗതിയിലാണ്. ഇത് പണപ്പെരുപ്പ ആശങ്കകൾക്ക് കാരണമാവുകയും പലിശ നിരക്ക് വർധനവിനുള്ള പ്രതീക്ഷകൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും വിലകൾ ഒരു വർഷം കൂടി ശക്തമായ വളർച്ച കൈവരിക്കേണ്ടുമെന്നാണ് ലോകബാങ്ക് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം സ്വർണ്ണവില ഔൺസിന് ശരാശരി $4700 ആയിരിക്കുമെന്ന് വിശകലന വിദഗ്ധർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 37% കൂടുതലാണ് ഇത്. എന്നിരുന്നാലും 2027 വില 7% കുറയുമെന്നും അന്താരാഷ്ട്ര വികസന ബാങ്ക് പ്രതീക്ഷിക്കുന്നു. വെള്ളിക്കും സമാനമായ ഒരു പാത വിശകലന വിദഗ്ധർ കാണുന്നുണ്ട്. ഈ വർഷം വെള്ളി വില ഔൺസിന് ശരാശരി $70 ആയിരിക്കുമെന്നാണ് ലോകബാങ്ക് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 76% കൂടുതലാണ് ഇത്. എന്നിരുന്നാലും അടുത്ത വർഷം വില 7% കുറയുമെന്ന് പ്രവചിക്കപ്പെടുന്നുണ്ട്. ആഗോള വ്യാപാരത്തിലെ മാറ്റങ്ങളും ഊഹക്കച്ചവടപരമായ ആവശ്യകത, മാക്രോ ഇലക്ട്രോണിക് സാഹചര്യങ്ങൾ എന്നിവയുമായി വിലയേറിയ ലോഹങ്ങളുടെ വിലയുടെ സംവേദനക്ഷമത കണക്കിലെടുക്കുമ്പോൾ പ്രതീക്ഷകൾ ഗണ്യമായ അനിശ്ചിതത്വത്തിലാണ് വിധേയമായി തുടരുന്നത്. അടിസ്ഥാന പ്രവചനത്തിലെ അപകട സാധ്യതകൾ ഉയർന്നു നിൽക്കുകയും ആഗോള വ്യാപാര പിരിമുറുക്കങ്ങളുടെയായ സാമ്പത്തിക വിപണിയിലെ ചാഞ്ചാട്ടത്തിന്റെയോ പുനരുജ്ജീവനം സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും കൂടുതൽ സുരക്ഷിത നിക്ഷേപങ്ങളിലേക്കും കാരണമാകുന്നുണ്ട്. ഇത് വിലകൾ നിലവിലെ പ്രവചനത്തെക്കാൾ ഉയർന്നതായിരിക്കുമെന്ന് വിശകലന വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. ഒക്ടോബർ മാസത്തിലെ റിപ്പോർട്ട് മുതൽ 2025 സ്വർണത്തിനും വെള്ളിക്കും മേൽ ലോകബാങ്ക് നെഗറ്റീവ് വീക്ഷണം നിലനിർത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ തിരിച്ചടി എന്നത് ഊർജ വിലകളെയും മറ്റ് ഉൽപ്പന്നങ്ങളെയും ദ്രുതഗതിയിലുള്ള വർധനവ് മൂലമുണ്ടാകുന്ന ഉയർന്ന പണപ്പെരുപ്പമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് പലിശ വഹിക്കാത്ത ആസ്തികളായ വിലയേറിയ ലോഹങ്ങൾ കൈവശം വെക്കുന്നതിനുള്ള അവസര ചെലവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ സുസ്ഥിരമായ ലഘൂകരണം സുരക്ഷിത നിക്ഷേപ പ്രവാഹങ്ങളെ മയപ്പെടുത്തിയേക്കാം. അതേസമയം നിരവധി വർഷത്തെ അസാധാരണമായ ശക്തമായ ശേഖരണത്തിനു ശേഷം സെൻട്രൽ ബാങ്ക് വാങ്ങലുകളിലെ മൂർച്ചയുള്ള മാന്ദ്യവും വില പിന്തുണയുടെ മറ്റൊരു പ്രധാന സ്രോതസ്സിനെ ഇല്ലാതാക്കുമെന്നും വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം വളരുന്ന സാമ്പത്തിക അനിശ്ചിതത്വം വളർച്ചയെ മന്ദഗതിയിലാക്കുകയും അത് വ്യാപാര ആവശ്യകതയെ ബാധിക്കുകയും ചെയ്താൽ വെള്ളി പ്രത്യേകിച്ച് ദുർബലമാകുമെന്നാണ് വിലയിരുത്തൽ. ലാഭമെടുക്കൽ, പോർട്ട്ഫോളിയോ പുനഃസന്തുലിതാവസ്ഥ എന്നിവയ്ക്ക് 2025 തുടക്കം മുതൽ ഡിമാൻഡിലെ ഊഹക്കച്ചവട കുതിച്ചുചാട്ടത്തിൽ കുത്തനെയുള്ള തിരിച്ചടി ഉണ്ടായാൽ വിലയുടെ കാര്യത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകാം. വിലയേറിയ ലോഹ വിപണിക്ക് അപ്പുറം നോക്കുമ്പോൾ ഇറാൻ ഉൾപ്പെട്ട യുദ്ധം വിശാലമായ ചരക്ക് വിപണിയെ പൂർണ്ണമായി മാറ്റിമറിച്ചു എന്ന് ലോകബാങ്ക് അഭിപ്രായപ്പെടുന്നുണ്ട്. ഒക്ടോബർ മാസത്തെ വീക്ഷണത്തിൽ ചരക്ക് വിലയിൽ 7% കുറവ് വിശകലന വിദഗ്ധർ പ്രവചിച്ചിരുന്നു. എന്നിരുന്നാലും വിശകലന വിദഗ്ധർ ഇപ്പോൾ വിലകൾ ശരാശരി 16% ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് 2022 ശേഷമുള്ള ആദ്യത്തെ വാർഷിക വർധനവിനെ സൂചിപ്പിക്കുകയാണ്. ഊർജ വിപണിയുടെ ആധിപത്യം ഇപ്പോഴും മൊത്തത്തിലുള്ള ചരക്ക് മേഖലയെ തുടരുന്നുവെന്നും ലോകബാങ്ക് അഭിപ്രായപ്പെടുന്നുണ്ട്.